സൂരജ്, എന്താണ് പുതിയ വിവരങ്ങൾ? ഈ അട്ടിമറി സംശയിക്കുന്നുണ്ട് ദേവസ്വം. എന്താണ് അങ്ങനെ ഒരു സമീപനത്തിലേക്ക് ദേവസ്വം എത്തുന്നത്? അവരുടെ സംശയം എന്താണ്? വിജയകുമാർ, ഈ എ ഡി ജി പിക്കെതിരായ നടപടിക്ക് പിന്നാലെ ഉണ്ടായ തീപിടുത്തം അത് തന്നെയാണ് പാറമേക്കാവ് ദേവസ്വത്തിനെ ഈ അട്ടിമറിയിലേക്ക് സംശയിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ദേവസ്വം ഭാരവാഹികളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. ഒരു ഷോർട്ട് സർക്യൂട്ടിലേക്ക് നയിക്കുന്ന ഒരു സംഭവവും ഈ ദേവസ്വത്തിന്റെ ഈ കെട്ടിടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പാറമേക്കാവ് ദേവസ്വം പറയുന്നത്. പ്രാഥമികമായി വിലയിരുത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ കുടകളുടെ അടക്കം ഈ തുണികൾക്ക് തീ പിടിച്ച് ആ തീയാണ് ഇതിലേക്ക് ആളിക്കത്തുന്നതിലേക്ക് നയിച്ചത്. അങ്ങനെയെങ്കിൽ ആ കുടകൾക്ക് ഉൾപ്പെടെ തീ പിടിച്ചതിന് പിന്നിൽ ഒരു അട്ടിമറി ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്നുള്ളതാണ് പാറമേക്കാവ് ദേവസ്വത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള രാജേഷ് ഇന്ന് നമ്മളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നിൽ അട്ടിമറി ഉണ്ടോ എന്നത് പാറമേക്കാവ് സംശയിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെടണം, മുഖ്യമന്ത്രി ഇടപെടണം, റവന്യൂ മന്ത്രി ഇടപെട്ടുകൊണ്ട് ഇതിലൊരു അന്വേഷണം വേണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. എല്ലാ വർഷവും ഇത്തരത്തിൽ നവരാത്രി ആഘോഷങ്ങൾ നടക്കാറുണ്ട്. അത് ഈ അഗ്രശാലയ്ക്ക് സമീപമുള്ള ഈ ഹാളിലാണ് നടക്കാറുള്ളത്. അങ്ങനെയെങ്കിൽ അവിടെ ഒരു തരത്തിലും ഇന്ന് വരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഇന്ന് മാത്രം എങ്ങനെ ഇത്തരത്തിലൊരു തീപിടുത്തത്തിലേക്ക് പോയി? അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ടോ മറ്റു സംഭവങ്ങളോ ഉണ്ടാകുന്നതിനുള്ള ഒരു സാഹചര്യവുമില്ല. അങ്ങനെയെങ്കിൽ ഈ അഗ്രശാലയ്ക്ക് സമീപം ഉണ്ടായ തീപിടുത്തം അത് ഒരു അട്ടിമറിയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പാറമേക്കാവ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ വിഷയത്തിൽ സർക്കാർ തലത്തിൽ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. അതിൽ ജില്ലയിൽ നിന്നുള്ള റവന്യൂ മന്ത്രിയായിട്ടുള്ള കെ രാജൻ അടിയന്തരമായി ഇടപെടണം എന്നുകൂടി ഈ ഘട്ടത്തിൽ പാറമേക്കാവ് ആവശ്യപ്പെടുകയാണ്. വിജയകുമാർ, പോലീസിന് എന്തെങ്കിലും ആ നിലയിൽ സംശയമുണ്ടോ സൂരജ്? ഇതിനോടകം പോലീസൊക്കെ എത്തി പ്രാഥമിക പരിശോധന നടത്തി കാണുമല്ലോ. ഈ ദേവസ്വം ഉന്നയിക്കുന്നത് പോലെ അട്ടിമറി എന്നൊരു സംശയം, അല്ല അത്തരം ഒരു ആശങ്ക പോലീസിന് ആ നിലയിൽ അതിന്റെ സൂചനകൾ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? വിജയകുമാർ, ഇതുവരെ ഈ ഫയർഫോഴ്സും പോലീസും എത്തി പ്രാഥമികമായി തന്നെ നടത്തിയ പരിശോധനയിൽ തീപിടുത്തത്തിന് കാരണമായത് എന്ത് എന്നത് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ഭക്ഷണ പദാർത്ഥം പാകം ചെയ്തതിനു ശേഷം ചൂടോടുകൂടി പായിൽ ഈ അവിടെ പാ വിരിച്ചിരുന്നു. ആ പായിൽ ഈ ഭക്ഷണ പദാർത്ഥം വച്ചതാകാം തീപിടുത്തത്തിന് കാരണമെന്ന ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ പോലും പക്ഷെ അതാണ് ഇതിനൊരു കാരണമായി നയിച്ചത് എന്നത് ഇതുവരെയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടിന് സമാനമായ ഒരു സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ ഫയർഫോഴ്സ് അധികൃതരുമായി എല്ലാം സംസാരിക്കുമ്പോൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ തീപിടുത്തത്തിലേക്ക് നയിച്ച കാരണം എന്ത് എന്നുള്ളത് തന്നെയാണ് ഈ സംശയമാണ് പാറമേക്കാവിന് ഇത്തരത്തിലൊരു അട്ടിമറി ഉണ്ടോ എന്ന സംശയത്തിലേക്ക് പാറമേക്കാവിനെ പോലും കൊണ്ടുചെത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഈ എ.ഡി.ജി.പിക്കെതിരായി ഉണ്ടായ നടപടി, അതോടൊപ്പം തന്നെ പൂരം വിവാദങ്ങളിൽ ഈ ക്ഷേത്രത്തെയും ഈ ദേവസ്വങ്ങളെയും എല്ലാം തന്നെ ഈ അടുത്ത കാലത്ത് ചുറ്റിപ്പറ്റി ഉണ്ടായ വിവാദങ്ങളും അനുബന്ധ പ്രശ്നങ്ങളും ഇതെല്ലാം നിലനിൽക്കുകയാണ് ഈ ദേവസ്വം ഇതിലൊരു ആശങ്ക പ്രകടിപ്പിക്കുന്നത്. അവർ ഇതിൽ അട്ടിമറിയാണ് തീർത്ത് പറയുന്നില്ല, പക്ഷേ ഇതിന് പിന്നിൽ ഒരു അട്ടിമറി ഉണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം എല്ലാ വർഷങ്ങളിലും ഇത്തരത്തിൽ ഈ നവരാത്രി ആഘോഷങ്ങൾ നടക്കാറുള്ളതാണ്. പക്ഷേ ഇന്ന് വരെ ഇത്തരത്തിലൊരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇക്കുറി ഇത്തരത്തിലൊരു നവരാത്രി ആഘോഷത്തിനിടയിൽ ഉണ്ടായ തീപിടുത്തം അത് പരിശോധിക്കണം. പ്രത്യേകിച്ച് ഈ താഴത്തെ നിലയിൽ ആ സമയത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി 100-ലധികം പേരാണ് സംഘടിച്ച് നിൽക്കുന്നത്. ഈ വേദിയിൽ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൽ ഭരതനാട്യം അടക്കമുള്ള നൃത്തരൂപങ്ങൾ അടക്കമുള്ളവ ഈ വേദിയിൽ നടക്കുന്നുണ്ട്. ആ സമയത്താണ് മുകളിലത്തെ നിലയിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. ആ സമയത്ത് പാലക്കാട് എന്നുള്ളൊരു സംഘം അവിടെ ഉണ്ടായിരുന്നു. അവർ ഈ വേദിയിൽ പരിപാടി അവതരിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ മുകളിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. ഏകദേശം ഈ പരിപാടി അതിന്റെ ഒരു സമാപന ഘട്ടത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായതിന് പിന്നിൽ, അതായത് മുകളിലത്തെ നിലയിൽ ആ സമയത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ദേവസ്വത്തിന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഈ തീപിടുത്തത്തിലേക്ക് നയിച്ചതിന്റെ കാരണം എന്താണ്? അതൊരു ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ മറ്റൊരു കാരണം അതിന് പിന്നിലുണ്ട്. അത് സംബന്ധിച്ച് സർക്കാർ ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കണം. ഏതെങ്കിലും തരത്തിൽ ഒരു അന്വേഷണം വേണമെന്നാണ് ദേവസ്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിന് സമീപം അഗ്രശാലയിലാണ് തീപിടുത്തം ഉണ്ടായത്. അതിന്റെ അഗ്രശാലയുടെ മുകളിൽ മുകളിലത്തെ നിലയിൽ തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു. തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. അട്ടിമറി ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പാറമേക്കാവ് ദേവസ്വം ഇപ്പോൾ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രാഥമിക പരിശോധനയിൽ തീപിടുത്തത്തിന് കാരണം എന്താണ് എന്ന് പോലീസിനോ ഫയർഫോഴ്സിനോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിശദമായ സമഗ്രമായ അന്വേഷണം നടത്തും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകി.